പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ അതായത് +1 ഇക്കണോമിക്സ് മോഡൽ എക്സാം 2025-ൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. 8 മാർക്ക് ക്വസ്റ്റ്യൻ, അതായത് എസ് എ ക്വസ്റ്റ്യനായ മീൻ മീഡിയൻ മോഡിലെ മീനും മീഡിയനും നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് മോഡാണ്. അപ്പോൾ മോഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും എക്സും എഫും ആവൃത്തിയായിട്ട് കൂട്ടുക. ഇതിൽ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ എഫിൽ ആവൃത്തിയിൽ ഏറ്റവും വലിയവനെ ആദ്യം നോക്കുക. ഏറ്റവും വലിയവൻ 20 അപ്പോൾ അതിനെ ചേർത്തിട്ട് നമ്മൾ ബോക്സ് വരയ്ക്കും പോലെ ഒരു മോഡൽ ക്ലാസ് ആക്കി മാറ്റുക. ഇനി നേരെ നമുക്ക് മോഡിൻ്റെ ഇക്വേഷനാണ് നോക്കേണ്ടത്. L0 + D1 / D1 + D2 × C. നമുക്കറിയാം, സിമ്പിളാണിത്. ഈ L0 എന്ന് പറയുന്നത് നമ്മുടെ കണ്ടുപിടിച്ച മോഡൽ ക്ലാസ്സിലെ മാർക്സിലെ ആ 20, 30 എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടല്ലോ, ആ 20, 30 എന്ന് പറയുന്ന ക്ലാസ്സിലെ ലോവർ വാല്യൂ. നമ്മൾ മീഡിയൻ പറഞ്ഞപ്പോഴും ലോവർ വാല്യൂ എടുത്തു, L0 എടുത്തു. അപ്പോൾ ഇവിടെ 20 ലോവർ വാല്യൂ. അപ്പോൾ L0 20. ദെൻ D1 എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച മോഡൽ ക്ലാസ്സിലെ ആവൃത്തി എഫ് 20. കൺഫ്യൂഷൻ ആവേണ്ട, 20 തമ്മിൽ ആദ്യത്തെ L0 എന്ന് പറഞ്ഞാൽ ലോവർ വാല്യൂ ആണ്. നമ്മുടെ എഫ് എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ ആ 20 മനസ്സിൽ കണ്ടിട്ട് അതിന് തൊട്ട് മുകളിലുള്ള എഫിനെ കുറയ്ക്കുക. അതാണ് നമ്മുടെ D1. ഇപ്പോൾ 20-ൽ നിന്ന് തൊട്ട് മുകളിലത്തെ 5നെ കുറച്ചപ്പോൾ 15, അതാണ് D1. ദെൻ 20-ൽ നിന്ന് തൊട്ട് താഴത്തെ, അതായത് 20-ന് ശേഷമുള്ള 12 കുറയ്ക്കുമ്പോൾ 8 കിട്ടും, അതാണ് D2. അപ്പോൾ D1 ആയി, D2 ആയി. D1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള എഫിനെ കുറയ്ക്കുന്നതാണ് D1, താഴത്തത് കുറയ്ക്കുന്നതാണ് D2. ഓർത്തിരിക്കുക, സിമ്പിളാണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ല് തമ്മിലുള്ള വ്യത്യാസം, അതായത് 20, 30 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10, അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ L1 ആയി, D1 ആയി, D2 ആയി, സി ആയി. ഇനി നേരെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ L0 + D1 / D1 + D2 × C ആണ്. ദെൻ L0 20 കൊടുത്തു, പ്ലസ് 15 നമ്മുടെ D1 15 കൊടുത്തു, വീണ്ടും 15 + 8, അതായത് D2 ആണ് 8 × 10, അതായത് C. ദെൻ 20 + 15 ഭാഗം അല്ലെങ്കിൽ / 15ഉം 8ഉം കൂട്ടുമ്പോൾ 23 കിട്ടും × 10. ദെൻ 20 + 15 / 23 ചെയ്യുക. അപ്പോൾ 0.65 എന്ന് കിട്ടും × 10. ദെൻ 20 + 0.65ഉം 10ഉം കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6.5 എന്ന് കിട്ടും. ദെൻ 20ഉം + 6.5ഉം കൂടെ കൂട്ടുമ്പോൾ 26.5 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത്. സിമ്പിളാണ്.